ഹലോ നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒരു ഗെറ്റ് ടുഗദറാണെന്ന്. 21 വർഷമായി ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട്. അപ്പോൾ പ്ലസ് ടുവിനുള്ള കുറച്ച് ഫ്രണ്ട്സാണ്, ലേഡീസ് ഓൺലി ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 തവണയാണ് ഇതിലിടയ്ക്കൊന്ന് ഗെറ്റ് ടുഗദർ ചെയ്തിട്ടുള്ളത്. ഓരോ ആൾക്കാരും ഓരോ സ്ഥലത്താവും, എല്ലാവരും ഒരുമിച്ചുണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. ഒരു തവണ എൻ്റെ വീട്ടിൽ വെച്ചിട്ടും പിന്നെ ഒരു തവണ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്തത്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഹൗസ് വാമിങ് കുറച്ച് കഴിഞ്ഞ സമയത്ത് ഞാൻ അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൗസ് വാമിങ്ങിന് അങ്ങനെ അധികാരം ക്ഷണിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കോവിഡിൻ്റെ ടൈമിലായിരുന്നു. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന ഫംഗ്ഷൻ തന്നെ ആയിരുന്നു. എന്നാലും ഫ്രണ്ട്സിന്, എൻ്റെ ഏട്ടൻ്റെ ഫ്രണ്ട്സിനൊന്നും അങ്ങനെ ക്ഷണിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2 തവണയാണ് ഞങ്ങൾ ഇതുവരെ കൂടിയിട്ടുള്ളത്. അപ്പോൾ ഈ കുറേ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ പറഞ്ഞിട്ട് ഇന്നൊന്ന് കൂടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എടപ്പാള് ഫോറൻ സെൻറ്ററിലാണ് കേട്ടോ ഞങ്ങൾ കൂടുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. 11:30 ആകുമ്പോഴത്തേനും എത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 11:30 ആവാനായി. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മളെ പണ്ടത്തെ കാലത്തേക്ക്, കുട്ടിക്കാലത്തേക്ക് പോകുമല്ലോ. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിൽ. അപ്പോൾ പോവാണ് ഇനി അവിടെ. അങ്ങനെ ഞാൻ ഫോറൻ സെൻറ്ററിൽ എത്തിയിട്ടാണ്. ഇനി മറ്റവരൊക്കെ വന്നാന്നൊന്ന് വിളിച്ച് നോക്കട്ടെ, പോയി നോക്കട്ടെ. അവിടെ എല്ലാവരും വന്നെന്ന് വിചാരിക്കണം. ഇപ്പോൾ 11:39 ഞാൻ നേരത്തെ എത്തണമെന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ നേരം വേഗം പാടില്ലല്ലോ. പോയി നോക്കട്ടെ. ഞാൻ പറഞ്ഞതാട്ടാ സ്ത്രീ ജനങ്ങളോട് വേഗം വരാൻ. ഒരൊറ്റ എണ്ണം വന്നിട്ടില്ല. ഞാൻ ഇവിടെ പോസ്റ്റായിട്ടിരിക്കുകയാണ്. ഞാനാണ് ഏറ്റവും അടുത്ത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എത്തിയത്. പക്ഷേ അവരോട് ഞാൻ പറഞ്ഞതാണ് ആ സമയത്ത് വരണം. അപ്പം ഞാൻ നേരം വൈകിട്ട് ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞതാണ്. എന്നിട്ടും ആരും വന്നിട്ടില്ല. എത്താനായി തുടങ്ങിയെന്ന് പറഞ്ഞു. വരും. ആ വരുന്ന പച്ചക്കറിയാണ് ആദ്യത്തെ പേഴ്സൺ. ഇവിടെ എന്താ ഫാഷൻ ഷോയ്ക്ക് നടക്കുകയാണ്. അങ്ങനെ 2ാമത്തെ ആളും വന്നു. പിന്നെ 3 പേര് കൂടി വന്നു കേട്ടോ. ഞങ്ങൾ മൊത്തം 6 പേരാണ് ഉണ്ടായിരുന്നത്. ഒരാൾക്ക് വരാൻ പറ്റിയില്ല. അപ്പം മറ്റവരൊന്നും വരുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റ് കയറി കേട്ടോ. ഫോറൻ സെൻറ്ററിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ കുറേ നേരത്തെ ആലോചനകൾക്ക് ശേഷം ഞങ്ങൾ അവിടെ കയറി. ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാൾക്ക് മോന് ഒന്ന് ചെറുത്, അവനെയും കൊണ്ടാണ് വന്നിരുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ പയ്യൻ്റെ കൂടെ അവൻ പോയിട്ട് കുറേ സമയം അവൻ്റെ കൂടെ നിന്നിട്ടോ. നല്ല കമ്പനിയായിട്ട് അവിടെ മാളിൽ എല്ലാവരുമായിട്ടും അവൻ നല്ല കമ്പനിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞ് വീണ്ടും ഞങ്ങൾ അവിൽ മിൽക്ക് കഴിക്കാൻ വേണ്ടി പോയി. ഞാൻ മുൻപ് വീഡിയോ ഇട്ടില്ല, ചാണാ റോഡിലെ ബനാവിൽ അതുപോലത്തെ ഒരു കളർ കോമ്പിനേഷനൊക്കെ ആയിട്ടുള്ള ഒരു ഇത് കേട്ടോ. പക്ഷേ ഇത് വേറെയാണ്. ഇതെന്താ മോസി അങ്ങനെ എന്തോ പറഞ്ഞിട്ട് എനിക്ക് വലിയ പിടിയില്ല. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങളിലുള്ള ഒരാളെ സോപ്പിട്ട് മയക്കി വീഴ്ത്തിയിട്ട് അവളെ കൊണ്ട് ഞങ്ങൾ ബില്ലങ്ങോട്ട് കുടിപ്പിച്ചു. അങ്ങനെ 808 രൂപ ബില്ലായത്. അവൾ ഇനി 8 വർഷം ഞങ്ങളത് സഹിക്കേണ്ടി വരും എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. അങ്ങനെ എന്തായാലും അവൾ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ ടോക്കണൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിൽ മിൽക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കൂടി വർത്താനം പറഞ്ഞപ്പോഴത്തേക്ക് അവിൽ മിൽക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ പോയിട്ട് അവിൽ മിൽക്കൊക്കെ വാങ്ങിച്ചു. പിന്നെ അത് കഴിച്ചു. സത്യം പറഞ്ഞാൽ അവിൽ മിൽക്കൊക്കെ കുടിച്ചാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അത് അത്രയ്ക്കും അതൊക്കെ കഴിച്ചാൽ പിന്നെ വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അത് മുഴുവൻ കഴിച്ചു. പിന്നെ കുറേ സമയം കൂടി ഞങ്ങളിങ്ങനെ അത് കഴിച്ച് കഴിയുന്ന വരെ. അപ്പോഴത്തേക്ക് പിന്നെ വൈകിട്ടൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരാണ്ട് സമയമൊക്കെ ആയി തുടങ്ങി. അങ്ങനെ അതൊക്കെ കഴിച്ച് വർത്താനം പറഞ്ഞിരുന്ന് അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നേരെ ഞങ്ങൾ പോയത് നെസ്റ്റോളിക്കാട്ടോ. കുട്ടികളെ സോപ്പിടാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണ്ടേ. അങ്ങനെ കുട്ടികളെ സോപ്പിടാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.